ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് PYQ റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ PYQ റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, കയ്യൂർ സമരമാണ് കേട്ടോ. അപ്പൊ ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരമാണ്. അപ്പൊ എന്താണ് കയ്യൂർ സമരം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഈ കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണല്ലോ നടന്നത്. ഈ കയ്യൂർ സമരം നടന്ന വർഷം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 1941 മാർച്ച് 28-നാണ്. അപ്പൊ എന്നാണ് കയ്യൂർ സമരം നടന്നത്? 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്ന വർഷം. അതുപോലെ തന്നെ കയ്യൂർ സമരം എവിടെയാണ് നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലാണ് ഈ സമരം നടന്നത്. പഠിച്ചു വെക്കണേ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലാണ് ഈ ഒരു കയ്യൂർ സമരം നടന്നത്. ഇതെന്തിനു വേണ്ടി നടന്നതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ജന്മിത്ത ചൂഷണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. അപ്പൊ എന്താണ്? ജന്മിത്ത ചൂഷണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം കേട്ടോ. കയ്യൂർ സമരം നമുക്കറിയാം. ഈ കയ്യൂർ സമരവും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമരമാണല്ലോ കയ്യൂർ സമരം. അപ്പോൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് 10th ലെവൽ പോലത്തെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരമാണ്. അപ്പോൾ എന്താണ്? കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിനുള്ള കയ്യൂർ ഗ്രാമത്തിലാണ് കയ്യൂർ സമരം നടന്നത്. ഇതെന്തിനു വേണ്ടി നടന്ന സമരമായിരുന്നു? ജന്മിത്ത ചൂഷണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. ഇനി ഈ സമരത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി OV വിജയൻ രചിച്ച നോവലാണ് തലമുറകൾ. PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി OV വിജയൻ രചിച്ച നോവലാണ് തലമുറകൾ എന്ന് പറഞ്ഞ നോവൽ. അതുപോലെ തന്നെ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന കന്നഡ നോവലും കയ്യൂർ സമരത്തെക്കുറിച്ച് പശ്ചാത്തലമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. ഈ കയ്യൂർ സമരത്തെ പശ്ചാത്തലമാക്കി ചിരസ്മരണ എന്ന കന്നഡ നോവൽ രചിച്ചതാരാന്ന് ചോദിക്കാം. ആരാണ്? നിരഞ്ജനയാണ് കേട്ടോ. അപ്പൊ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന കന്നഡ നോവല് കയ്യൂർ സമരത്തെ പശ്ചാത്തലമാക്കിയുള്ളതാണ്. ഇനി കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി OV വിജയൻ രചിച്ച നോവൽ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? തലമുറകളാണ് കേട്ടോ. തലമുറകളാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് നമ്മൾ ഈ ബാക്കിയുള്ള സമരോടെ നമുക്ക് നോക്കിപ്പോവാം. അടുത്തത് മൊറാഴ സമരമാണ്. മൊറാഴ സമരം. ഈ മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ 15 കണ്ണൂരിൽ വെച്ചാണ് കേട്ടോ. 1940 സെപ്റ്റംബർ 15 കണ്ണൂരിൽ വെച്ചാണ് മൊറാഴ സമരം നടന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KPCCയുടെ ആഹ്വാന പ്രകാരം വിലക്കയറ്റത്തിനും സാമ്രാജ്യത്തിനുമെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചപ്പോഴാണ് ഈ ഒരു സമരം നടന്നത്. എന്തിനാണ്? KPCC എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് KPCC. ആ KPCCയുടെ ആഹ്വാന പ്രകാരം വിലക്കയറ്റത്തിനും സാമ്രാജ്യത്തിനുമെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചപ്പോഴാണ് ഈ ഒരു സമരം നടന്നത്. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും പിന്നീട് ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ മൂലം ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്ത പ്രമുഖ നേതാവാണ് KPR ഗോപാലൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാം. ഏത് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വധശിക്ഷയ്ക്ക് ആദ്യം വിധിക്കപ്പെടുകയും അതിനുശേഷം ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ മൂലം ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തത്? PR ഗോപാലന്റെ ഏത് സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിനാണെന്ന് പരീക്ഷിക്കുക. ഏതാണ്? മൊറാഴ സമരമാണ്. ഒന്നുകൂടെ പറയാം. മൊറാഴ സമരം 1940 സെപ്റ്റംബർ 15 കണ്ണൂര്. KPCCയുടെ ആഹ്വാന പ്രകാരം വിലക്കയറ്റത്തിനും സാമ്രാജ്യത്തിനുമെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചപ്പോഴാണ് ഈ ഒരു സമരം നടന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും എന്നാൽ പിന്നീട് ഗാന്ധിജിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ മൂലം ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്ത പ്രമുഖ KPCC നേതാവാണ് KPR ഗോപാലൻ. മറക്കരുത്, 1 മാർക്ക് പ്രതീക്ഷിക്കുക. അടുത്ത ഒരു പോയിന്റ് ആണ്
അടുത്ത ഒരു പ്രധാനപ്പെട്ട സമരമാണ് കരിവെള്ളൂർ സമരം. നമുക്ക് അറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അവരുടെ പാട്ടുകളിലും ഒക്കെ പറയുമ്പോൾ തന്നെ കരിവെള്ളൂർ സമര നായകർ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഈ ഒരു സമരമായിട്ട് വരുന്നത്. ഈ കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20 കണ്ണൂരിലാണ് കേട്ടോ. അപ്പൊ കരിവെള്ളൂർ സമരം നടന്ന വർഷം ഏതാണ്? 1946 ഡിസംബർ 20 കണ്ണൂരിൽ വെച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമരം നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. താവിനശ്ശേരി മണിയാണി ജന്മിയുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ പട്ടിണിയിലായ കർഷകർ നടത്തിയ സമരമാണിത്. എന്തിനാണ്? താവനശ്ശേരി മണിയാണി ജന്മിയുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ പട്ടിണിയിലായ കർഷകർ നടത്തിയ സമരമാണിത്. ചിറക്കൽ തമ്പുരാൻ പാവപ്പെട്ടവരുടെ നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കർഷകർ അത് തടഞ്ഞു. അപ്പൊ ഈ നെല്ല് പൂഴ്ത്തിവെച്ച് അപ്പൊ ഇത് കോമൺ ആയിട്ട് ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് വെക്കുന്നത്. നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ പട്ടിണിയിലായ കർഷകർ നടത്തിയ സമരം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? കരിവെള്ളൂർ സമരമാണ്. കരിവെള്ളൂർ സമരം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 20 കണ്ണൂരിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം കേട്ടോ. നമുക്കറിയാം, പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപമൊക്കെ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ പുന്നപ്ര വയലാർ സമരം എന്നാണ് നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1946 ഒക്ടോബറിൽ ആലപ്പുഴയിലാണ് നടന്നത് കേട്ടോ. അപ്പൊ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 ഒക്ടോബർ മാസമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ ഉള്ളത് കേട്ടോ. എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയും സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനെതിരെയും തിരുവിതാംകൂറിലെ തൊഴിലാളികൾ നടത്തിയ സായുധ സമരമാണ് പുന്നപ്ര വയലാർ സമരം. നമുക്കറിയാം, ഈ ഒരു പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് ആ ഒരു മുദ്രാവാക്യം ഈ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന മുദ്രാവാക്യമാണ്. അപ്പൊ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ. പുന്നപ്ര വയലാർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം? സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെയും തിരുവിതാംകൂറിലെ തൊഴിലാളികൾ നടത്തിയ സായുധ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാം, 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉള്ള ഏത് സമരത്തിനാണ് ഈ ഒരു മുദ്രാവാക്യം ഉള്ളതെന്നൊക്കെ ചോദിക്കാം. ഏതാണ് സമരം? പുന്നപ്ര വയലാർ സമരമാണ്. ഇനി പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. പഠിച്ചു വെക്കണേ, പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തായിരുന്നു ഈ ഒരു സമരം നടന്നത്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവാരാണ്? മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ VS അച്യുതാനന്ദനാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണേ. പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ. നമുക്കറിയാം, VSന്റെ ആത്മകഥ എന്താണ്? സമരം തന്നെ ജീവിതം എന്നാണ് VSന്റെ ആത്മകഥ എന്ന്. ഈ അടുത്തിടെ VSന്റെ എന്താണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2006, 2011 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. അതോടൊപ്പം തന്നെ 2011 മുതൽ 2016 വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. നമുക്കറിയാം, കേരളത്തിലൊക്കെ വളരെയധികം ജനകീയനായിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. ക്ലിയർ ആണ്. ഇനി അടുത്തത് ചാനാർ ലഹള. അതും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ലഹളയാണ് ചാനാർ ലഹള. ഈ ചാനാർ ലഹള നടന്ന വർഷം 1859 കേട്ടോ. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. അതായത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ചാനാർ ലഹള നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തിനു വേണ്ടിയായിരുന്നു? തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാരായ നാടാർ അഥവാ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാന്യമായി മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ദീർഘകാല സമരമാണിത്. ഇങ്ങനായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം ഏതാണ്? ചാനാർ ലഹളയാണ്. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. 1859 ചാനാർ ലഹള നടന്ന വർഷം. തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാരായ നാടാർ അഥവാ ചാനാർ കേട്ടോ. നാടാർ അഥവാ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാന്യമായി മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ദീർഘകാല സമരമാണ് ചാനാർ ലഹള. ഈ ചാനാർ ലഹള നടന്ന കാലഘട്ടം ഒന്ന് അറിഞ്ഞിരിക്കണം.
അതായത് ഈ ലഹള നടന്ന 1859 ഇതിൻ്റെ ഒരു സമരം ദീർഘകാല സമരം എന്ന് പറഞ്ഞല്ലോ. ആ ഒരു കാലഘട്ടം 1822 മുതൽ 1859 വരെയുള്ള കാലയളവിൽ വിവിധ ഘട്ടങ്ങളായാണ് ഈ ഒരു സമരം നടന്നത് കേട്ടോ. 1822 മുതൽ 1859 വരെയുള്ള കാലയളവിൽ വിവിധ ഘട്ടങ്ങളായാണ് ഈ ഒരു സമരം നടന്നത്. പിന്നെ പറയുവാണെങ്കിൽ ചാന്നാർ ലഹളയുടെ ഫലമായി എന്താണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. ഉത്തരം തിരുനാൾ മഹാരാജാവാണ്. 1859 ജൂലൈ 26 എന്താണ് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. ചാന്നാർ ലഹളയുടെ ഫലമായി ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ രാജാവ്. ഉത്രം തിരുനാൾ രാജാവ് എന്നാണ് ആ ഒരു അവകാശം നൽകിയത്? 1859 ജൂലൈ 26 അതുപോലെ തന്നെ നമ്മുടെ ചാന്നാർ ലഹളയെ പറയുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ് കേട്ടോ. ചാന്നാർ ലഹളയാണ്. അതോടൊപ്പം തന്നെ അടുത്തൊരു പോയിന്റ് കുറിച്യർ ലഹള. സ്ഥിരമായിട്ട് PSC ഉപയോഗിക്കുന്ന മറ്റൊരു ലഹളയാണ് കുറിച്യർ ലഹള. ഈ കുറിച്യർ ലഹള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും തെറ്റായ നികുതി നയങ്ങൾക്കുമെതിരെ വയനാട്ടിലെ ആദിവാസികളായ കുറിച്യരും കുറുമ്പരും ചേർന്ന് നടത്തിയ അതിശക്തമായ ഒരു സായുധ ഗോത്രവർഗ മുന്നേറ്റമാണ് കുറിച്യർ ലഹള എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദിവാസി കലാപം കൂടിയാണ് കുറിച്യർ ലഹള കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. കുറിച്യർ ലഹള എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും തെറ്റായ നികുതി നയങ്ങൾക്കുമെതിരെ വയനാട്ടിലെ ആദിവാസികളായ കുറിച്യരും കുറുമ്പരും, ഇവർ രണ്ടൊരു ആദിവാസി വിഭാഗങ്ങളാണ്. കുറിച്യരും കുറുമ്പരും ചേർന്ന് നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു സായുധ ഗോത്രവർഗ മുന്നേറ്റമാണ് കുറിച്യർ ലഹള എന്ന് പറഞ്ഞത്. ഈ കുറിച്യർ ലഹള നടന്നത് എവിടെയാണ്? വയനാട്ട് ജില്ലയിലാണ് നടന്നത് കേട്ടോ. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. കുറിച്യർ ലഹള നടന്ന വർഷം ഏതാണ്? 1812 മാർച്ച് 25 ഈ കുറിച്യർ ലഹള നടന്നത് കേട്ടോ. 1812 മാർച്ച് 25 കുറിച്യർ ലഹള നടന്ന വർഷം. അതുപോലെ തന്നെ നടന്ന പ്രദേശം വയനാട് ജില്ലയാണ് കേട്ടോ. വയനാട്ടിലാണ് ഈ ഒരു ലഹള നടന്ന പ്രദേശം. അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ സമരം അഥവാ ആദിവാസി ലഹളയാണ് കുറിച്യർ കലാപം. എന്താണ്? കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ സമരം അഥവാ ഗോത്രവർഗ ലഹള അഥവാ ആദിവാസി ലഹളയാണ് നമ്മൾ കുറിച്യർ ലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുറിച്യർ ലഹളയുടെ ഭാഗമായിട്ടുള്ള പ്രധാന നേതാവ് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കുറിച്യർ സമുദായക്കാരനായ രാമനമ്പിയാണ് കേട്ടോ. അപ്പൊ കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. സ്ഥിരമായിട്ട് PSC പരീക്ഷ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് രാമനമ്പി. അപ്പൊ രാമനമ്പി ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കുറിച്യർ ലഹളയിലെ പ്രധാന നേതാവ് ആരാണ്? രാമനമ്പിയാണ്. അതുപോലെ തന്നെ കുറിച്യർ ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടറാണ് തോമസ് വാർഡൻ കേട്ടോ. പഠിച്ചു വെക്കണേ. കുറിച്യർ ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടർ ആരാണ്? തോമസ് വാർഡനാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താണെന്ന് കഴിഞ്ഞാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കേട്ടോ. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം ഏതാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം. ഈ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. ഏതാണ്? കുറിച്യർ ലഹളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 1812 ഈ കുറിച്യർ ലഹള നടന്നത്. 1812 മാർച്ച് 25 ഈ ഒരു ലഹള നടന്നത്. ഈ ലഹള ആരംഭിച്ചത്, ഈ ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് 1812 മെയ് 8 കേട്ടോ. അപ്പൊ 1812 മെയ് 8 കുറിച്യർ ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റ്. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. സ്ഥിരമായിട്ട് നമ്മുടെ കേരള PSC ചോദിക്കുന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹം ഒരു നീണ്ടു നിൽക്കുന്നൊരു സമരമായിരുന്നു. അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1824 മുതൽ 1825 വരെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടമായിട്ട് വന്നത്. സോറി 1900 ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയാണ്. 1924 മുതൽ 1925 വരെയാണ് കേട്ടോ. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ 1924 മുതൽ 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്നത് കേട്ടോ. വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം.
യെസ്, ഒന്നുകൂടെ പറയാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം ഏതൊക്കെയാണ്? 1924 മുതൽ 1925 വരെയാണ്. അപ്പൊ എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? കേരളത്തിലെ ഐത്തോച്ചാടന ചരിത്രത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് വൈക്കം സത്യാഗ്രഹം. എന്താണ്? കേരളത്തിലെ ഐത്തോച്ചാടന ചരിത്രത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ പ്രശസ്തമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. അപ്പോൾ പഠിച്ചു വെക്കണം. അതായത് ഇതാണ്, ഇത്രയേ ഉള്ളൂ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് തിരുവിതാംകൂറിലെ പ്രശസ്തമായിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തിയത്. ഈ ഒരു സത്യാഗ്രഹം, അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ തീയതി എന്നാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. 1924 മാർച്ച് 30 കേട്ടോ. പഠിച്ചു നോക്കണേ. 1924 മാർച്ച് 30 മുതലാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്ര പരിസരത്തായിരുന്നു ഈ ഒരു സത്യാഗ്രഹം ഇരുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഇത്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം, അഥവാ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതാണ്. ഇനി സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം 1924 മാർച്ച് 30 അറസ്റ്റ് വരിച്ച ആദ്യത്തെ 3 നേതാക്കൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, വെന്നിയിൽ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം, അതായത് 1924 മാർച്ച് 30 സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം അറസ്റ്റ് വരിച്ച ആദ്യത്തെ 3 നേതാക്കൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, വെന്നിയിൽ ഗോവിന്ദ പണിക്കർ. ഈ കുഞ്ഞാപ്പി പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. ഈ കുഞ്ഞാപ്പി ആരാണ്? പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ബാഹുലേൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ വെന്നിയിൽ ഗോവിന്ദ പണിക്കർ നായർ സമുദായ അംഗമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. പുലയ, ഈഴവ, നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹത്തിന് അറസ്റ്റ് കൈവരിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസം അറസ്റ്റ് കൈവരിച്ചവരാണ് കുഞ്ഞാപ്പി, ബാഹുലേൻ, വെന്നിയിൽ ഗോവിന്ദ പണിക്കർ കേട്ടോ. വെന്നിയിൽ ഗോവിന്ദ പണിക്കർ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സത്യാഗ്രഹത്തിന്റെ നേതാക്കളായിട്ട് വന്നിട്ടുള്ളത് TK മാധവൻ, KP കേശവ മേനോൻ, K കേളപ്പൻ എന്നിവരാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളായിട്ട് വന്നിട്ടുള്ളവര് TK മാധവൻ, KP കേശവ മേനോൻ, K കേളപ്പൻ എന്നവരൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവായിട്ടുള്ള EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. അദ്ദേഹം വൈക്കം ഹീറോ ആയി കണക്കാക്കപ്പെടുന്നു. അപ്പം ഈ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലിച്ച്, അതായത് ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് വൈക്കം ഹീറോ എന്നുള്ളത്. സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷ ചോദിക്കുന്നതാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ തന്നെ 1925 മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ചു കേട്ടോ. 1925 മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ചു. പിന്നെ നമ്മുടെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. അതായത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ് നയിച്ചത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗങ്ങൾ അകാലികളാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗം ആരാണ്? അകാലികളാണ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് AME നായിഡുവാണ്. അതോടെ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വൈക്കം സത്യാഗ്രഹം ടോട്ടൽ 603 ദിവസം നീണ്ടു നിന്നു കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എത്ര ദിവസമാണ് നീണ്ടു നിന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നിരുന്നു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു കേട്ടോ. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. അതുപോലെ തന്നെ
പരീക്ഷയ്ക്ക് ചോദിക്കാം. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാന്ന് ചോദിക്കാം. റാണി സേതുലക്ഷ്മിബായി ആണ് ആ ഒരു സമയത്തെ തിരുവിതാംകൂർ രാജാവ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുന്നതാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്, അതിൽ തെറ്റായി രേഖപ്പെടുത്തിയത് കണ്ടെത്തുന്നതാണ്. നമുക്ക് ഓരോന്നും നോക്കിപ്പോവാം. ഫസ്റ്റ്, വാക്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. കുമാരഗുരുദേവൻ എന്താണ് സമത്വ സമാജം, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം ശരിയാണ്. അപ്പം ഇത് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നുള്ളത് തെറ്റായിട്ടുള്ള ഇതാണ് കേട്ടോ, ജോഡിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത്. ഇനി കുമാരഗുരുദേവൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനം PRDS ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കേട്ടോ, 1909 കേട്ടോ, പഠിച്ചു വെക്കണേ. കുമാരഗുരുദേവൻ അഥവാ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, 1909 കേട്ടോ. ഇനി വാക്ഫടാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. 1917 ആലത്തൂരിൽ വെച്ചാണ് അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 1917 ആലത്തൂരിൽ വെച്ചാണ് വാക്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിച്ച ആളാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അതായത് ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പൂതിരിയുമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ അതായത് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച യോഗക്ഷേമ സഭയുടെ മുൻനിര നേതാവായിരുന്നു VT ഭട്ടതിരിപ്പാട്. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ ആരാണ്? അരയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ്. 1907 അദ്ദേഹം സ്ഥാപിച്ച കല്യാണദായിനി സഭയും തുടർന്നുണ്ടായ അരയ സമാജ പ്രസ്ഥാനങ്ങളും ധീവര സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, അരയ സമാജ പ്രസ്ഥാനം ഏത് സമുദായത്തിന്റെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിക്കാം. ഏതാണ്? കല്യാണദായിനി സഭയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. പണ്ഡിറ്റ് KP കറുപ്പൻ പണ്ഡിറ്റ് KP കറുപ്പൻ പ്രസ്താവിച്ച അതായത് പണ്ഡിറ്റ് KP കറുപ്പൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം. 1907 അദ്ദേഹം സ്ഥാപിച്ച കല്യാണദായിനി സഭയും തുടർന്നുണ്ടായ അരയ സമാജ പ്രസ്ഥാനങ്ങളും ധീവര സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. ക്ലിയർ ആണേ? ഇനി അടുത്തൊരു ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുമെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി, അതും ശരിയാണ് കേട്ടോ. ഒരു മിനിറ്റ്. യെസ്, അത് ശരിയാണ്. അപ്പം ഏതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഈ ശരിയായിട്ട് വന്നിരിക്കുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ, ഇത്രയുമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 കേട്ടോ. 1809 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിൽ വിളയിലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. സ്വാമിത്തോപ്പ് എന്ന് അറിയപ്പെടും. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിൽ വിളയിൽ അഥവാ സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്നു. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എന്നാണ്? 1809. ഈ വൈകുണ്ഠ സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ മുത്തുക്കുട്ടി എന്നാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ വൈകുണ്ഠ സ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി എന്നാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ മറ്റ് മുടിചൂടും പെരുമാൾ, സമ്പൂർണ്ണ ദേവൻ എന്നൊക്കെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ.
അതുപോലെ തന്നെ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന മുദ്രാവാക്യം എന്നാണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ദൈവം ഒന്ന് എന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന മുദ്രാവാക്യം ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ദൈവം ഒന്നാണ്. പിന്നെ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമാജമാണ് സമത്വ സമാജം. ജാതി വിവേചനത്തിനെതിരെ പോരാടാൻ 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായി ഇത് കണക്കാക്കപ്പെടുന്നു കേട്ടോ. അതിപ്പോൾ പഠിച്ചു വെക്കണം. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമാജമാണ് സമത്വ സമാജം. സമത്വ സമാജം എന്തിനു വേണ്ടിയാണ്? ജാതി വിവേചനത്തിനെതിരെ പോരാടാൻ 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായി ഇത് കണക്കാക്കപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ സംഘടന ഏതാണ്? സമത്വ സമാജമാണ്. അത് സ്ഥാപിച്ചതാരാണ്? നമ്മുടെ അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അദ്ദേഹം നടത്തിയൊരു അദ്ദേഹത്തിൻ്റെയാണ് സമപന്തി ഭോജനം. അതായത് താഴ്ന്ന ജാതിക്കാരെയും ഉയർന്ന ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി അദ്ദേഹം കൂട്ടായ്മകളും ഭക്ഷണവും ഒരുക്കി. ഇത് തുവയൽ പന്തി എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. താഴ്ന്ന ജാതിക്കാരെയും ഉയർന്ന ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി അദ്ദേഹം കൂട്ടായ്മകളും ഭക്ഷണവും ഒരുക്കി. അതിനെ പറയുന്നതാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത്. ഈ സമപന്തി ഭോജനം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? അതിനും പറയുന്ന മറ്റൊരു പേരാണ് തുവയൽ പന്തി കേട്ടോ. തുവയൽ പന്തി എന്ന് അത് അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജാതിഭേദമന്യേ എല്ലാവർക്കും കുടിവെള്ളം ശേഖരിക്കാനായി അദ്ദേഹം നിർമ്മിച്ച പൊതുകിണറാണ് മുന്തിരിക്കിണർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജാതിഭേദമന്യേ എല്ലാവർക്കും കുടിവെള്ളം ശേഖരിക്കാനായി അദ്ദേഹം നിർമ്മിച്ച പൊതുകിണറിന്റെ പേരെന്താണ്? മുന്തിരിക്കിണർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, മുന്തിരിക്കിണർ എന്ന പൊതുകിണർ നിർമ്മിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അടുത്ത് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതൊരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ നിങ്ങൾ കാണുക. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. 1856 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അതായത് കൊല്ലവർഷം 1032 ചിങ്ങത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരു ജനിച്ച വീട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വയൽവാരം വീടാണ് കേട്ടോ. സ്ഥലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ മരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1928 സെപ്റ്റംബർ 20-നാണ് അദ്ദേഹം മരിച്ചത്. കൊല്ലവർഷം 1104 കന്നി 5-നാണ് മരണമടഞ്ഞത്. വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് കേട്ടോ. വർക്കലയിലെ ശിവഗിരി വെച്ചാണ് മരിച്ചത്. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേരെന്താണ്? നാരായണൻ എന്നാണ് കേട്ടോ. കുട്ടിക്കാലത്ത് നാണു എന്നും വിളിക്കപ്പെട്ടു. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേരെന്താണ്? നാരായണൻ എന്നാണ്. അദ്ദേഹത്തെ ബാല്യകാലത്ത് അഥവാ കുട്ടിക്കാലത്ത് നാണു എന്ന് വിളിക്കപ്പെട്ടു. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ കേട്ടോ. 1888-ലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എന്നാണ്? 1888-ലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത്. എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്ത ശില ഉപയോഗിച്ച് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത് കേരള സാമൂഹിക ചരിത്രത്തിലെ ഒരു വൻ വിപ്ലവമായിരുന്നു. അപ്പൊ പഠിച്ചു നോക്കണം, എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ? എന്താണ്? നെയ്യാറിലെ പരീക്ഷയ്ക്ക് ചോദിക്കുക, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ ഏത് നദിയുടെ തീരത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888-ലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഈ അരുവിപ്പുറം പ്രതിഷ്ഠ എന്താണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ശില ഉപയോഗിച്ച് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത് കേരള സാമൂഹിക ചരിത്രത്തിലെ ഒരു വൻ വിപ്ലവം ആയിരുന്നു കേട്ടോ.
അദ്ദേഹം പറയുമ്പം ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പം മറ്റൊരു ഇതുകൂടെ പറയാനുണ്ട്. അത് സർവ്വമത സമ്മേളനത്തിന് ഇദ്ദേഹം പങ്കെടുത്തു. 1924 സർവ്വമത സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവ്വമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. സർവ്വമത സമ്മേളനം 1924. അപ്പൊ എന്താണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവ്വമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതികൾ സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് തന്നെ ആത്മോപദേശക ശതകം കേട്ടോ. ആത്മോപദേശക ശതകം, ദൈവശതകം. ഈ ദൈവശതകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ പ്രസിദ്ധമായ പ്രാർത്ഥനാ ഗീതമാണെന്ന് SNDP-ക്കാരുണ്ട്, അവർക്ക് മനസ്സിലാവും. ദൈവദശകം എന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് തന്നെ പ്രസിദ്ധമായ പ്രാർത്ഥനാ ഗീതമാണ്. അതുപോലെ തന്നെ ജാതി ലക്ഷണം, ജീവകാരുണ്യ, പഞ്ചകം, ദർശനമാല, അനുകമ്പ ദശകമൊക്കെ. ഈ ദൈവദശകമൊക്കെ SNDP-ക്കാർ അവരുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതികൾ? ഏതൊക്കെയാണ്? ആത്മോപദേശക ശതകം, ദൈവദശകം, ജാതി ലക്ഷണം, ജീവകാരുണ്യ, പഞ്ചകം, ദർശനമാല, അനുകമ്പ ദശകം. നമ്മുടെ ശ്രീനാരായണ ഗുരു എന്താണ്? മലയാളത്തിൽ മാത്രമല്ല സംസ്കൃതത്തിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിലെ കൃതികളാണ് ദർശനമാല, വിനായക അഷ്ടകം, വേദാന്ത സൂത്രം, ജനനി, നവരത്ന മഞ്ജരി കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതികൾ ഏതൊക്കെയാണ്? ദർശനമാല, വിനായക അഷ്ടകം, വേദാന്ത സൂത്രം, ജനനി, നവരത്ന മഞ്ജരി എന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഈ ചട്ടമ്പി സ്വാമികൾ എന്നാണ് ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കൊല്ലവർഷം 1029 ചിങ്ങത്തിലെ ഭരണ നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമൊക്കെ ചോദിക്കുക, എവിടെയാണ് ജന്മസ്ഥലം? കണ്ണമൂല കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികൾ മരിച്ചത് 1924 മെയ് 5-നാണ് ചട്ടമ്പി സ്വാമികൾ മരിച്ചത്. കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് ഈ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ മരിച്ചത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം പന്മന ആശ്രമം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമായിട്ടുള്ള പന്മന ആശ്രമം എന്നും അറിയപ്പെട്ടിരുന്നു. ഇനി നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ 10th പ്രിലിംസ് പോലുള്ള പരീക്ഷകൾ ചോദിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കുഞ്ഞൻ എന്നും വിളിക്കപ്പെട്ടു. കുഞ്ഞൻ എന്നും വിളിക്കും, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞൻ പിള്ള എന്നും ബാല്യകാലത്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പനാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കുഞ്ഞൻ പിള്ള എന്നും വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ, അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാധിരാജ, സർവകലാവല്ലഭൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാരകൻ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ബാലഭട്ടാരകൻ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം എന്താണ്? വിദ്യാധിരാജ, സർവകാലവല്ലഭൻ, ഷൺമുഖദാസൻ. സ്വാമി വിവേകാനന്ദൻ നൽകിയ വിശേഷണമാണ് ഷൺമുഖദാസൻ. പരീക്ഷയ്ക്ക് ചോദിക്കുക, ചട്ടമ്പി സ്വാമികൾക്ക് സ്വാമി വിവേകാനന്ദൻ നൽകിയ വിശേഷണം ഏതാണ്? ഷൺമുഖദാസൻ. അതുപോലെ തന്നെ ബാലഭട്ടാരകൻ. അതോടൊപ്പം തന്നെ ഇതേക്കുറിച്ച് പറയുവാണെങ്കിൽ കാഷായം ധരിക്കാത്ത ഒരു സന്യാസിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്തൊരു സന്യാസിയായിരുന്നു. അതോടൊപ്പം തന്നെ കാവ്യം കമടമണ്ഡലവും ഒന്നുമില്ലാത്തൊരു സന്യാസി കൂടിയായിരുന്നു. സർവ്വവിദ്യാധിരാജാതും അറിയപ്പെട്ടിരുന്നു. അടുത്തത് നമ്മുടെ ഇനി ചട്ടമ്പി സ്വാമികളുടെ എന്താണ് പ്രധാന കൃതികൾ എന്തൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പ്രപഞ്ചവിലാസം, ആദിഭാഷ, നിഴൽപ്പാലം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട ഒരു 4-5 കൃതികളിൽ ഓർത്തു വെക്കണം, സ്ഥിരമായിട്ട് പരീക്ഷകളിൽ പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം PVക്ക് ചോദിച്ചാണ്. വേദാധികാര നിരൂപണം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പ്രപഞ്ചവിലാസം, ആദിഭാഷ, നിഴൽപ്പാലം എന്നിവയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തപ്പം തെറ്റിപ്പോയതാണ്.
അടുത്തൊരു ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം ഏതാണ്? 1924 ബെൽഗാം സമ്മേളനമാണ് കേട്ടോ. അപ്പൊ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം ഏതാണ്? 1924 ബെൽഗാം സമ്മേളനമാണ്. 1934 അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെക്കുക ഉണ്ടായതാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് നോക്കാം. നമുക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ആഡ് ചെയ്തത് മിസ്റ്റേക്കലി മാറിപ്പോയതാണ്. കുഴപ്പമില്ല. നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം. സ്ഥിരമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഒരു മാർക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. 1-2 മാർക്ക് ചോദിക്കാം. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് അറിയില്ല, INC-യുടെ സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂമാണ് കേട്ടോ. അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ഡഫ്രിൻ പ്രഭു ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ഡഫ്രിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അപ്പൊ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തമൊക്കെ പ്രമുഖമായ ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് കേട്ടോ. അപ്പൊ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ ത്യാബ്ജി ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ ത്യാബ്ജിയാണ്. 1887 മദ്രാസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത് കേട്ടോ. 1887 മദ്രാസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ഇനി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി അഥവാ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ജോർജ് യൂൾ ആണ് കേട്ടോ. 1888 അലഹാബാദ് സമ്മേളനത്തിനാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ ആണ്. 1888 അലഹാബാദ് സമ്മേളനം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ. 1917 കൽക്കട്ട സമ്മേളനമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനമാണ്. അതുപോലെ തന്നെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. പക്ഷെ അവര് എന്താണ് നമ്മുടെ ഇന്ത്യക്കാരിയല്ല, വിദേശ വനിതയാണ്. അപ്പൊ പൂർണ്ണമായും നമ്മുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? സരോജിനി നായിഡു ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനമാണ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനമാണ്. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ. 1940 മുതൽ 45 വരെയാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റ് ആയ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റും ഇദ്ദേഹമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് INC പ്രസിഡന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി അടുത്തത് INC പ്രസിഡന്റ് ആയ ഏക മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായരാണ് കേട്ടോ. അപ്പൊ INC പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ നമ്മുടെ ഏക മലയാളി ആരാണ്? ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായരാണ്. 1897 അമരാവതിയിൽ വെച്ച് നടന്ന 13ാമത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർ സി ശങ്കരൻ നായർ. നമുക്കതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനിയാണ് കേട്ടോ. JB കൃപലാനിയാണ്. പഠിച്ചു നോക്കണേ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? JB കൃപലാനിയാണ്. അതുപോലെ തന്നെ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് കേട്ടോ. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് എവിടെ വെച്ചാണ്? 1896 കൽക്കട്ട സമ്മേളനത്തിലാണ്. ആ കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റഹമത്തുള്ള സയാനി ആയിരുന്നു അധ്യക്ഷൻ. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ചതെന്നാണ്? 1911 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് കേട്ടോ.
അപ്പൊ ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൽക്കട്ട സമ്മേളനത്തിലാണ്. ബിഷൻ നാരായൺ ദാറാണ് അന്നത്തെ അധ്യക്ഷനായിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണേ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട സമ്മേളനത്തിലാണെങ്കിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൽക്കട്ട സമ്മേളനത്തിലാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ 1938 ഹരിപുര സമ്മേളനം, 1939 ത്രിപുരി സമ്മേളനമാണ്. പിന്നീട് അദ്ദേഹം രാജിവെച്ച് വേറൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ പഠിച്ചു വെക്കണം. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയ സമ്മേളനങ്ങൾ 1938 39 ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ജിയോഗ്രഫി പാർട്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ് ആണ് കേട്ടോ, ഖാരിഫ് ആണ്. പഠിച്ചു വെക്കണേ. അപ്പം നമുക്ക് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 3 കാർഷിക വിളവെടുപ്പ് കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, സെയ്ദ്, അതുപോലെ തന്നെ റാബി എന്നീ വിളകളാണ് വരുന്നത്. ആ വിളകളുടെ കാലഘട്ടമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഖാരിഫ് കാലഘട്ടം നോക്കാം. ഖാരിഫ് വിളകളുടെ കാലഘട്ടം നോക്കാം. കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിച്ചു നോക്കണേ. എന്താണ് ഖാരിഫ് വിള? എങ്ങനെയാണ്? ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്നു. അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, നെല്ല്, തിന, ചോളം, പരുത്തി, നീലക്കട, സോയാബീൻ എന്നിവയാണ് ഖാരിഫ് വിളകൾ കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തിന, ചോളം, പരുത്തി, നീലക്കടല, സോയാബീൻ എന്നിവയാണ് ഖാരിഫ് വിളകളായിട്ട് വരുന്നത്. ജൂൺ ജൂലൈയിൽ വിത്ത് വിതച്ച് ഒക്ടോബർ നവംബർ മാസം വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിള. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഖാരിഫ് വിള. പ്രധാന വിളകൾ നെല്ല്, തിന, ചോളം, പരുത്തി, നീലക്കടല, സോയാബീൻ. ക്ലിയർ ആണ്? ഇനി അടുത്തത് റാബി വിളയാണ് കേട്ടോ. റാബി വിളയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, അതായത് ശീതകാലത്തിന്റെ തുടക്കത്തിൽ വിതച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നു കേട്ടോ. പഠിച്ചു വെക്കണേ. റാബി കാലഘട്ടം എങ്ങനെയാണ്? റാബി വിളയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, അഥവാ ശീതകാലത്തിന്റെ തുടക്കത്തിൽ വിതച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളയുടെ കാലഘട്ടം. പ്രധാന റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, കടല, കടുക്ക്, മഷിത്തണ്ട് എന്നിവയാണ് കേട്ടോ. പ്രധാന റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, കടല, കടുക്, മഷിത്തണ്ട് എന്നിവയാണ്. ഇനി അടുത്തത് സെയ്ദ് കാലഘട്ടമാണ്. സെയ്ദ് വിളയുടെ കാലഘട്ടം. സെയ്ദ് വിളയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഖാരിഫ് കാലത്തിനും റാബി കാലത്തിനും ഇടയിലുള്ള വേനൽക്കാലത്താണ്. അതായത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഈ ചെറിയ കാർഷിക കാലമാണ് സെയ്ദ് വിളയുടെ കാലഘട്ടമായിട്ട് വരുന്നത്. സെയ്ദ് വിളയുടെ കാലഘട്ടമായിട്ട് വരുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ സെയ്ദ് വിളയുടെ കാലഘട്ടം ഏതാണ്? ഖാരിഫ് കാലത്തിനും റാബി കാലത്തിനും ഇടയിലുള്ള വേനൽക്കാലം. അതായത് മാർച്ച് മുതൽ ജൂൺ വരെയാണല്ലോ വേനൽക്കാലം നടക്കുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഈ ഒരു ചെറിയ കാർഷിക കാലമാണ് സെയ്ദ് വിളയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തണ്ണിമത്തൻ, വെള്ളരിക്ക, മസ്ക് മെലൻ, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് എന്നിവയാണ് കേട്ടോ. പഴങ്ങളും പച്ചക്കറികളും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെയ്ദ് വിളയുടെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യം നോക്കാം. അവശിഷ്ട പർവ്വതങ്ങൾ അഥവാ റെസിഡുവൽ പർവ്വതത്തിന് ഉദാഹരണമാണ്. ഉദാഹരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആരവല്ലി പർവ്വതങ്ങളാണ് കേട്ടോ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിര. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത് ഒരു അവശിഷ്ട പർവ്വതമായിട്ടാണ് അറിയപ്പെടുന്നത്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ കേട്ടോ. 1722 മീറ്റർ ആണ്. ഇത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ മൗണ്ട് അബുവിന്റെ പേരൊക്കെ ഈ അടുത്ത കാലത്ത് റീസെന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അബുരാജ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പഠിച്ചു വെക്കണം. നമ്മുടെ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മൗണ്ട് അബുവിന്റെ പുതിയ പേരാണ് അബുരാജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ മൗണ്ട് അബു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഇനി എന്താണ് അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അവശിഷ്ട പർവ്വതങ്ങൾ അതായത് നമുക്ക് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള കാറ്റ്, മഴ, നദികൾ തുടങ്ങിയ ബാഹ്യ ശക്തികളുടെ തുടർച്ചയായ ശോഷണം മൂലം
ഉയരം കുറഞ്ഞുണ്ടാകുന്ന പർവ്വതങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു മിനിറ്റ്, ഒരു വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്താണ് അവശിഷ്ട, അതായത് അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള കാറ്റ്, മഴ, നദികൾ തുടങ്ങിയ ബാഹ്യ ശക്തികളുടെ തുടർച്ചയായ ശോഷണം മൂലം ഉയരം കുറഞ്ഞുണ്ടായ പർവ്വതങ്ങളാണ് ഈ അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആരവല്ലി, വിദ്യ, സത്പുര, രാജ്മഹൽ കുന്നുകൾ എന്നിവ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ആരവല്ലി, വിദ്യ, സത്പുര, രാജ്മഹൽ കുന്നുകളാണ്. ഇനി അടുത്തത് സഹ്യാദ്രി അഥവാ വെസ്റ്റേൺ ഹട്ട്സ് എന്നറിയപ്പെടുന്നത്, അതായത് പശ്ചിമഘട്ടം. അപ്പോൾ സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. ഇതൊരു ബ്ലോക്ക് പർവ്വതമാണ് കേട്ടോ. പശ്ചിമഘട്ടം ഒരു ബ്ലോക്ക് പർവ്വതമാണ്, അഥവാ ഒരു കഠിനമായ പീഠഭൂമിയുടെ വശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലാണുള്ളത്. ഇനി നീലഗിരി ഹിൽസ്. നീലഗിരി എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ദൊഡ്ഡബേട്ട എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി ഹിൽസ് എന്നറിയപ്പെടുന്നത്. ഈ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ദൊഡ്ഡബേട്ട എന്നും അറിയപ്പെടുന്നത്. PYQ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കണം. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ദൊഡ്ഡബേട്ടയാണ് കേട്ടോ, ദൊഡ്ഡബേട്ടയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നും നമുക്ക് പഠിച്ചങ്ങ് പോവാം. ചുവപ്പ് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുവപ്പ് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ ക്രിസ്റ്റലൈൻ അഗ്നിശിലകളും കായാന്തരിക ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന ഘാതന ഫലമാണ് ചുവപ്പ് മണ്ണ് രൂപപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ചുവപ്പ് മണ്ണ്? കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ ക്രിസ്റ്റലൈൻ അഗ്നിശിലകളും കായാന്തരിക ശിലകളും പൊടിഞ്ഞുണ്ടായ ഘാതന ഫലമായാണ് ചുവപ്പ് മണ്ണ് രൂപപ്പെടുന്നത്. ഈ ചുവപ്പ് മണ്ണിന് നമ്മുടെ ഈ ഒരു ചുമപ്പ് നിറത്തിനുള്ള കാരണം എന്താണ്? അവർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണോ ചുവപ്പ് നിറം കിട്ടിയ? അല്ല. എന്തിനാണ് അതിന്റെ നിറത്തിനുള്ള കാരണം എന്താണ്? തമാശക്ക് പറഞ്ഞാണ്. ചുവപ്പ് നിറത്തിനുള്ള കാരണം എന്താണ്? ഇരുമ്പിന്റെ അംശം കേട്ടോ, ഇരുമ്പിന്റെ അംശം അഥവാ അയൺ ഓക്സൈഡ് ഓർ ഫെറിക് ഓക്സൈഡ് കേട്ടോ. ഇരുമ്പിന്റെ അംശം ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ ചുവപ്പ് മണ്ണിന് ആ നിറം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഇരുമ്പിന്റെ അംശം ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ജലാംശം അടങ്ങുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടാറുണ്ട് കേട്ടോ. ജലാംശം അടങ്ങുമ്പോൾ ഈ ഒരു ചുവപ്പ് മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടാറുണ്ട്. അത് നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് എന്നിവ ഈ മണ്ണിൽ കുറവായിരിക്കും കേട്ടോ. ഈ ചുവപ്പ് മണ്ണിലെ നൈട്രജന്, ഫോസ്ഫറസ്, ഹ്യൂമസ് എന്നിവ കുറവായിരിക്കും. ഇനി കരിമണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കരിമണ്ണ് രൂപപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞു രൂപപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? കരിമണ്ണാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്, പഠിച്ചു നോക്കണേ. കരിമണ്ണാണ്. അപ്പോൾ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കരിമണ്ണ് രൂപപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണായതിനാൽ പരുത്തി മണ്ണ് അഥവാ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ കരിമണ്ണ് എന്ന് പറയുന്നത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കേട്ടോ. കരിമണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണായതിനാൽ പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നു. ഈർപ്പം നിലനിർത്താനുള്ള ശേഷി കൂടുതലാണ് കേട്ടോ. ഈ കരിമണ്ണിന് ഈർപ്പം നിലനിർത്താനുള്ള ശേഷി കൂടുതലാണ്. ഇനി അടുത്തത് എക്കൽ മണ്ണാണ് കേട്ടോ. എക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നദി നമ്മുടെ നദികളുമായിട്ട് പുഴകളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഇത് രൂപപ്പെടുന്നത്. അപ്പൊ എക്കൽ മണ്ണ് എന്താണ്? നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഇത് രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് എന്താണ്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടോ. ഇനി അവസാനത്തേത് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ
ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ ചൂടും ശക്തമായ മഴയുമുള്ള പ്രദേശങ്ങളിൽ ലീച്ചിങ് പ്രക്രിയ വഴി രൂപപ്പെടുന്ന മണ്ണാണ് കേട്ടോ, വിശാലനം വഴി. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ് ലാറ്ററൈറ്റ് ഓർ ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ ചൂടും ശക്തമായ മഴയുമുള്ള പ്രദേശങ്ങളിൽ ലീച്ചിങ് പ്രക്രിയ വഴി രൂപപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. ഈ മണ്ണ് റബ്ബർ, കശുവണ്ടി, തേയില കൃഷികൾക്ക് അനുയോജ്യമാണ് കേട്ടോ. അപ്പൊ ലാറ്ററൈറ്റ് ഓർ ചെങ്കൽ മണ്ണ് എന്താണ്? റബ്ബർ, കശുവണ്ടി, തേയില കൃഷികൾക്ക് അനുയോജ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഏതാണ്? പള്ളിവാസലാണ് കേട്ടോ. ഓപ്ഷൻ ബി പള്ളിവാസലാണ്. പഠിച്ചു നോക്കണേ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലായിരുന്നു കേട്ടോ. അതായത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ കാലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. 1944 ഇതിന്റെ ആദ്യഘട്ടം പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് നമ്മുടെ പള്ളിവാസൽ പദ്ധതി? തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ കാലത്താണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. 1940 ഇതിന്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്തു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി, അടുത്ത നമ്മൾ ഓപ്ഷൻ തന്നിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ബേസ് ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പെരിയാർ നദിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ശബരിഗിരി ജലപദ്ധതിയാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ഈ ശബരിഗിരി എന്ന് പറയുമ്പോൾ എന്താണ്? ശബരിമലയുമായിട്ട് കണക്ട് ചെയ്തൊരു പേരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? പമ്പ നദിയിലാണ് ശബരിഗിരി പദ്ധതി ഉൾപ്പെടുന്നത് കേട്ടോ, നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. ശബരിഗിരി പദ്ധതി എന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. പമ്പ നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെയായിരുന്നു? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസിന്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അപ്പോൾ പഠിക്കാം. ആദ്യത്തെ മലയാള നിഘണ്ടു ആരുടെയായിരുന്നു? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് തയ്യാറാക്കിയ വൊക്കാബുലറിയോ മലബാറിക്കോ ലുസിറ്റാനും കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യ മലയാള നിഘണ്ടു. ആണ് മലയാളത്തിലെ ആദ്യ നിഘണ്ടുവായി കണക്കാക്കപ്പെടുന്നത്. ഇത് മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ് കേട്ടോ. മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ്. ഇനി അടുത്ത ചോദിക്കാം, അച്ചടിച്ച ആദ്യത്തെ മലയാള നിഘണ്ടു ഏതാന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കിയ എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കോമൺ മലയാളം കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ വെക്കാം. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രചിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെങ്കിൽ മലയാള ഭാഷയിലെ ആദ്യ അച്ചടിച്ച ആദ്യത്തെ മലയാള നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കിയ എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കോമൺ മലയാളം എന്ന നിഘണ്ടുവാണ് അച്ചടിച്ച് പുറത്തിറങ്ങിയ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഇനി കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ മലയാള നിഘണ്ടു ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ മലയാള നിഘണ്ടു ഏതാണെന്ന് വെച്ചാൽ മലയാളം മാത്രമുള്ള പൂർണ്ണ മലയാള നിഘണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഹെർമൻ ഗുട്ടേട്ട് 1872 പ്രസിദ്ധീകരിച്ച മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട ആദ്യ സമഗ്ര നിഘണ്ടു കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമ്മുടെ PSC 10th ലെവൽ പോലുള്ള PSC പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏതാണ്? ജർമ്മനിയുടെ റൂർക്കേലയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് കേട്ടോ. അപ്പൊ റൂർക്കേല ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. പഠിച്ചു നോക്കട്ടെ. റൂർക്കേല ഇരുമ്പുരുക്കുശാല ഒഡീഷയിലാണ്. സഹായിച്ച രാജ്യം പശ്ചിമ ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനി എന്നും പറയാം, പശ്ചിമ ജർമ്മനി എന്നും പറയാം. പഠിച്ചു നോക്കണം. റൂർക്കേല ഇരുമ്പുരുക്കുശാല ഒഡീഷ, സഹായിച്ച രാജ്യം പശ്ചിമ ജർമ്മനിയാണ്. 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചത്. പൊതുമേഖലയിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ സംയോജിത ഇരുമ്പുരുക്കുശാലയാണ് ഇത് കേട്ടോ. പരീക്ഷയ്ക്ക് വയ്ക്കാം. പൊതുമേഖലയിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ സംയോജിത ഇരുമ്പുരുക്കുശാല ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്കുശാല ഒഡീഷ, സഹായിച്ച രാജ്യം ജർമ്മനിയാണ്. ഇനി ഫിലായ് ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഫിലായ് ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിലാണ്. സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്, USSR ആണ് കേട്ടോ. ഫിലായ് ഇരുമ്പുരുക്കുശാലയിൽ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അഥവാ USSR ആണ്. 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ നിർമ്മാണശാലയാണിത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ നിർമ്മാണശാല ഏതാണ്? ഫിലായ് ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡ്, സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ USSR അഥവാ ഇന്നത്തെ റഷ്യയാണ്.
ഇനി അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല. എവിടെയാണ്? പേര് കേൾക്കുമ്പോഴേ അറിയാം, ദുർഗാദേവികളെ കൂടുതൽ ആചരിക്കുന്നത് എവിടെയാണ്? ബംഗാളിലല്ലേ. അപ്പം ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല പശ്ചിമ ബംഗാളിലാണ്. സഹായിച്ച രാജ്യം ബ്രിട്ടൻ ആണ് കേട്ടോ. UK ആണ്, യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പൊ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാലയിൽ നമ്മളെ സഹായിച്ച രാജ്യം ബ്രിട്ടൻ ആണ്, യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇത് നിർമ്മിച്ചത് 1962 രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. പഠിച്ചു വെക്കണം. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല പശ്ചിമ ബംഗാൾ, സഹായിച്ച രാജ്യം ബ്രിട്ടൻ. ഇനി അടുത്തത് ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ജാർഖണ്ഡിലാണ് കേട്ടോ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ജാർഖണ്ഡിലാണ്. സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ സഹായിച്ചതും സോവിയറ്റ് യൂണിയൻ ആണ്. 1964 മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആരംഭിച്ചത്. ഇനി അടുത്ത ചോദ്യം, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ഒരു ശുപാർശകളിൽ ഉൾപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അത് അദ്ദേഹത്തിന്റെ ശുപാർശകളിൽ ഉൾപ്പെട്ടൊരു ഇതാണ്. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ശരിയാണ്, ഉൾപ്പെട്ടതാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ശരിയാണ്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതാണ് ഇതിൽ അദ്ദേഹത്തിന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്ത ശുപാർശ. ഇത് മൂന്നും ഉൾപ്പെട്ട ശുപാർശയാണ്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞു നോക്കാം. എന്താണ് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. രൂപീകരിച്ചത് 1964 ജൂലൈ 14. ഈ കോത്താരി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ് കേട്ടോ. ഡോക്ടർ DS കോത്താരിയാണ് കോത്താരി കമ്മീഷന്റെ ചെയർമാൻ. അതായത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ ദൗലത്ത് സിംഗ് കോത്താരിയാണ് കേട്ടോ. ദൗലത്ത് സിംഗ് കോത്താരിയാണ്. ഇദ്ദേഹം ചെയർമാൻ ആകുമ്പോൾ അദ്ദേഹം അന്നത്തെ UGC ചെയർമാൻ ആയിരുന്നു കേട്ടോ. UGC ചെയർമാൻ ആയിരുന്നു ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിക്കാം. 1966 ജൂൺ 29 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും ദേശീയ വികസനവുമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് 1966 ജൂൺ 29. ആ കോത്താരി കമ്മീഷൻ സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ തലക്കെട്ടിന്റെ പേരെന്താണ്? വിദ്യാഭ്യാസവും ദേശീയ വികസനം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ഈ ഒരു കോത്താരി കമ്മീഷനെ അറിയപ്പെട്ടിരുന്നത്. അതായത് ഈ ഒരു കോത്താരി കമ്മീഷന്റെ ശുപാർശ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരു വിപ്ലവകരമായിട്ടൊരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ റിപ്പോർട്ടിന്റെ തലക്കെട്ടിന്റെ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്താണ്? വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഇനി നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിലെ പ്രശസ്തമായ വചനം എന്താണെന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് അതിന്റെ ക്ലാസ് മുറികളിലാണ് എന്ന് പ്രസ്താവിച്ചത് കോത്താരി കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക, 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് അതിന്റെ ക്ലാസ് മുറികളിലാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? കോത്താരി കമ്മീഷനാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് അതിന്റെ ക്ലാസ് മുറികളിലാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? കോത്താരി കമ്മീഷനാണ്. ഇനി ഈ കോത്താരി കമ്മീഷന്റെ വിദ്യാഭ്യാസ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഉടനീളം 10+2+3 എന്ന ഏകീകൃത രീതി ശുപാർശ ചെയ്തു. നമുക്കറിയാം, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 10ാം ക്ലാസ് വരെ ഉള്ള ഒരു വിദ്യാഭ്യാസം, അതിനുശേഷം 2 വർഷം +2, അതിനുശേഷം 3 വർഷം ഡിഗ്രി എന്നല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു കോത്താരിയാണ് കേട്ടോ. DS കോത്താരിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം, രാജ്യത്തുടനീളം 10+2+3 എന്ന ഏകീകൃത വിദ്യാഭ്യാസ രീതിക്ക് ശുപാർശ ചെയ്തു. അതായത് 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം, 2 വർഷത്തെ ഹയർ സെക്കൻഡറി, 3 വർഷത്തെ ബിരുദ പഠനം എന്നാക്കി. അതുപോലെ തന്നെ ത്രിഭാഷാ ഫോർമുല അദ്ദേഹം ശുപാർശ ചെയ്തതാണ്. ത്രിഭാഷാ ഫോർമുല, അതായത് മാതൃഭാഷ ഒരു പ്രാദേശിക ഭാഷ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടുന്ന ത്രിഭാഷ സെക്കൻഡറി തലത്തിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ്? നമുക്ക് മാതൃഭാഷ പഠിക്കാം, മലയാളം ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഹിന്ദി പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ്? ഹിന്ദി പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ 3 ലാംഗ്വേജസ് ആണ് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളത്. അതാണ് ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ത്രിഭാഷാ പദ്ധതി സെക്കൻഡറി തലത്തിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു. ഇനി സർവത്രിക വിദ്യാഭ്യാസം എന്താണ്?
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പൊ സാർവത്രിക വിദ്യാഭ്യാസം എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ ഈ കോത്താരി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും. അതുപോലെ തന്നെ കോമൺ സ്കൂൾ സിസ്റ്റം കേട്ടോ, കോമൺ സ്കൂൾ സിസ്റ്റം അദ്ദേഹത്തിന്റെ ഒരു ശുപാർശയായിരുന്നു. അതായത് ജാതി മത സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന പൊതുവിദ്യാലയ സംവിധാനം ശുപാർശ ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു DS കോത്താരി ശുപാർശ ചെയ്ത ഒരു സിസ്റ്റമാണ് കോമൺ സ്കൂൾ സിസ്റ്റം, അഥവാ ജാതി മത സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന പൊതുവിദ്യാലയ സംവിധാനം ഇദ്ദേഹം ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ, ഈ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 1968 രൂപീകരിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 1968 രൂപീകരിച്ചത്. ക്ലിയർ ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോത്താരി കമ്മീഷൻ എന്നൊരു ചോദ്യം 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. ഇന്ത്യയിൽ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടിയാണ്. അതായത് നമുക്ക് നോക്കാം. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1977 ഫെബ്രുവരി 11 അദ്ദേഹത്തിന്റെ വിയോഗം. ഇതേ തുടർന്ന് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന BD ജട്ടി ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റായി അഥവാ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം മരിച്ചതിനെ തുടർന്ന് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന BD ജട്ടി ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം താൽക്കാലിക പ്രസിഡന്റ് പദവിയിലിരുന്ന വ്യക്തിയാണ് BD ജട്ടി കേട്ടോ. 1977 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 25 വരെയാണ് അദ്ദേഹം ഇരുന്നത് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം താൽക്കാലിക പ്രസിഡന്റായി പദവിയിലിരുന്ന വ്യക്തി ആരാണ്? BD ജട്ടിയാണ്, അഥവാ ബാസപ്പ ദാനപ്പ ജട്ടിയാണ്. ഇനി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. 1969 കേട്ടോ. അപ്പൊ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് ആയത് ആരായിരുന്നു? VV ഗിരി ആയിരുന്നു കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് ആയത് ആരാണ്? VV ഗിരിയാണ് കേട്ടോ. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ് കേട്ടോ. VV ഗിരി രാജിവെച്ചിരുന്നു. VV ഗിരി രാജിവെച്ചതിനെ തുടർന്ന് അതുകൊണ്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തി ആരാണ്? ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ്. VV ഗിരി രാജിവെച്ചതിനെ തുടർന്നാണ് കേട്ടോ. അതോടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 97 ആണ് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 97 എന്താണ്? രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി സ്പീക്കർ, ലോകസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളത്തെയും അലവൻസുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97 എന്താണ്? രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ലോകസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളത്തെയും അലവൻസുകളെയും അത് ബത്തകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 2ാം പട്ടികയിലാണ് ഇവരുടെ ശമ്പള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാർലമെന്റ് നിയമം മൂലം നിശ്ചയിക്കുന്നതുവരെ പട്ടികയിൽ പറയുന്ന രീതിയിലാണ് ശമ്പളം നൽകുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 73 എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അഥവാ യൂണിയൻ സർക്കാരിന്റെ ഭരണനിർവഹണ അധികാരത്തിന്റെ പരിധിയാണ് വ്യക്തമാക്കുന്നത് കേട്ടോ. ഓപ്ഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 73 എന്താണ്? കേന്ദ്ര സർക്കാർ അഥവാ യൂണിയന്റെ ഭരണനിർവഹണ അധികാര പരിധിയാണ് ആർട്ടിക്കിൾ 73 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 116 എന്ന് പറഞ്ഞാൽ വോട്ട് ഓൺ അക്കൗണ്ട് ആണ് കേട്ടോ. വോട്ട് ഓൺ അക്കൗണ്ട് അഥവാ വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓൺ ക്രെഡിറ്റ്, അസാധാരണമായ ഗ്രാന്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 116. ആർട്ടിക്കിൾ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിലെ മറ്റ് രീതിയിൽ വ്യവസ്ഥ ചെയ്യാത്ത സാഹചര്യങ്ങളെ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനെ കുറിച്ച് കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 70 എന്താണ്? ഭരണഘടനയിൽ മറ്റു രീതിയിൽ വ്യവസ്ഥ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്?
കേരളത്തിലെ ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണുള്ളത് കേട്ടോ. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. ഇതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീരദേശ കായലുകളും 7 എണ്ണം ഉൾനാടൻ ശുദ്ധജലങ്ങളുമാണ് കേട്ടോ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കണം. കേരളത്തിൽ മൊത്തത്തിൽ കായലുകളുടെ എണ്ണം 34 ആണെങ്കിൽ ഇതിൽ 27 കായലുകൾ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീരദേശ കായലുകളാണ്. എന്നാൽ ബാക്കി 7 കായലുകൾ ഉൾനാടൻ ശുദ്ധജല തടാകങ്ങളാണ് കേട്ടോ. ഉൾനാടൻ ശുദ്ധജല തടാകങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നദികളുടെ എണ്ണം അറിയാലോ, 44 കേരളത്തിലെ നദികളുടെ എണ്ണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേട്ടോ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് കേട്ടോ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കായൽ ഏതാണ്? അഥവാ ഏറ്റവും വലിയ സ്വാഭാവിക ആഴമേറിയ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ കൊല്ലമാണ് കേട്ടോ. ഇതിനെ കേരളത്തിന്റെ കായൽ ടൂറിസത്തിന്റെ പ്രവേശന കവാടം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, കേരളത്തിന്റെ കായൽ ടൂറിസത്തിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായൽ കൊല്ലമാണ്. ഇനി കേരളത്തിലെ 3 കായലുകളാണ് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ കേട്ടോ. പഠിച്ചു നോക്കണേ. കേരളത്തിലെ 3 കായലുകളാണ് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ? ശാസ്താംകോട്ട കായൽ കൊല്ലമാണ് കേട്ടോ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കൊല്ലമാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വയനാടാണ് കേട്ടോ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം വയനാടാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പളക്കായൽ കാസർഗോഡാണ് കേട്ടോ. ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പളക്കായൽ കാസർഗോഡാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളിക്കായൽ തിരുവനന്തപുരമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? വേളിക്കായൽ തിരുവനന്തപുരമാണ്. അതോടൊപ്പം തന്നെ ദേശീയ ജലപാത 3 സ്ഥിരമായിട്ട് പരീക്ഷകൾ ചോദിക്കുന്നതാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ദേശീയ ജലപാത കടന്നു പോകുന്നത് പ്രധാനമായും ഈ കായലുകളിലൂടെയൊക്കെയാണ് കേട്ടോ. ദേശീയ ജലപാത 3ന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് ദേശീയ ജലപാത 3 വരുന്നത്. ഇനി അടുത്ത നമുക്ക് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ല. ഓപ്ഷൻ എ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം, വയനാട് കേട്ടോ. പനമരം പുഴയുടെ അഥവാ കബനിയുടെ പോഷക നദിയായിട്ടുള്ള പനമരം പുഴയുടെ ഉത്ഭവ സ്ഥാനങ്ങളിൽ ഒന്നാണ് പൂക്കോട് തടാകം കേട്ടോ. പഠിച്ചു നോക്കണം. പനമരം പുഴയുടെ ഉത്ഭവ സ്ഥാനങ്ങളിൽ ഒന്നാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 773 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ കാണപ്പെടുന്ന നീലത്തുമ്പികൾ ഇവിടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, നീലത്തുമ്പികൾ കാണപ്പെടുന്ന തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. കൂടാതെ പൂക്കോട് പരൽ എന്ന അപൂർവ ഇനം മത്സ്യം ഇവിടെ കാണപ്പെടുന്നു കേട്ടോ. പൂക്കോട് പരൽ എന്ന മത്സ്യവും അതുപോലെ തന്നെ നീലത്തുമ്പികളും കാണപ്പെടുന്നത് എവിടെയാണ്? പൂക്കോട് തടാകത്തിലാണ്, വയനാട് ജില്ലയിൽ. ഇനി നമുക്ക് നോക്കാം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേട്ടോ. ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ മാത്രമാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? വെറും 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് കേട്ടോ. കാസർഗോഡ് ജില്ലയിലൂടെയാണ് മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമുക്കറിയാം, പെരിയാറാണ് കേട്ടോ. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം വരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ചന്ദ്രഗിരി പുഴ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. പയസ്വിനി എന്ന് അറിയപ്പെടുന്ന ഈ നദി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. അതിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പയസ്വിനി എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ തീരത്താണ് ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാം. ഏതാണ്? ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്.
അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാകെ 44 നദികളാണുള്ളത് കേട്ടോ. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. ഇതിൽ 41 പടിഞ്ഞാറോട്ടും അഥവാ അറബിക്കടലിലോട്ടും ഒഴുകുന്നു. അതുപോലെ തന്നെ 3 കിഴക്കോട്ടും ഒഴുകുന്നു. ആ 3 ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ് കേട്ടോ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. അപ്പൊ ആരാണ് സി ബാലകൃഷ്ണൻ എന്ന് നമുക്ക് നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. മൗണ്ടനേറിംഗ് അഥവാ പർവ്വതാരോഹണം കേട്ടോ. മൗണ്ടനേറിംഗ് അഥവാ പർവ്വതാരോഹണം എന്ന വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് 1965 ഇദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിച്ചത് കേട്ടോ. അപ്പൊ 1965 പർവ്വതാരോഹണം അഥവാ മൗണ്ടനേറിംഗ് എന്നീ വിഭാഗത്തിലാണ് നമ്മുടെ സി ബാലകൃഷ്ണന് അർജുന അവാർഡ് ലഭിച്ചത്. 1965 മൗണ്ട് എവറസ്റ്റ് വിജയകരമായി കീഴടക്കിയ ആദ്യ ഇന്ത്യൻ സംഘത്തിൽ ഇദ്ദേഹം അംഗമായിരുന്നു. കൂടാതെ അർജുന അവാർഡ് നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ കൂടിയാണ് ഇദ്ദേഹം കേട്ടോ. അപ്പം അർജുന അവാർഡ് നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ കൂടിയാണ് സി ബാലകൃഷ്ണൻ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആരാണ്? TC യോഹന്നാനാണ്. 1974 കേട്ടോ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആണ് കേട്ടോ. അപ്പൊ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ സി ബാലകൃഷ്ണൻ ആണെങ്കിൽ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റിക്സിൽ നേടിയത് ആരാണ്? TC യോഹന്നാനാണ്. 1974. ഇനി KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ കേട്ടോ. പഠിച്ചു വെക്കണേ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. വോളിബോൾ താരമായ ഇദ്ദേഹത്തിന് 1975 അവാർഡ് ലഭിച്ചത് കേട്ടോ. അപ്പൊ 1975 അർജുന അവാർഡ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിതയാരാണ്? KC ഏലമ്മയാണ്. അടുത്തത് PT ഉഷയെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയ്ക്ക് 1983 അത്ലറ്റിക്സിലെ മികച്ച പ്രകടനത്തിന് അർജുന അവാർഡ് ലഭിച്ചു. കൂടാതെ ഇന്ത്യയിലെ ആദ്യ കായിക പരിശീലകനായ OM നമ്പ്യാർക്ക് അതായത് PT ഉഷയുടെ കോച്ചിന് ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി കേട്ടോ. അതുകൂടെ ഓർത്ത് വെക്കണം. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? OM നമ്പ്യാരാണ് കേട്ടോ. OM നമ്പ്യാരാണ്. ഈ OM നമ്പ്യാർ PT ഉഷയുടെ പരിശീലകനാണ്. അടുത്തത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്ന PR ശ്രീജേഷിന് 2015 അർജുന അവാർഡ് ലഭിച്ചു. കൂടാതെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി കൂടിയാണ് ഇദ്ദേഹം 2021. അതുപോലെ തന്നെ ആദ്യമായി അർജുന അവാർഡ് നേടിയ മലയാളി വനിത ആരാണ്? KC ഏലമ്മയാണ്. നമ്മളത് പറഞ്ഞാണ് KC ഏലമ്മയാണ്. 1975 വോളിബോൾ ആണ് വിഭാഗം കേട്ടോ. വോളിബോൾ ആണ്. അതോടെ നോട്ട് ചെയ്ത് വെച്ചോളെ. അടുത്ത പോയിന്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആനമുടിയാണ് കേട്ടോ. അപ്പൊ ആനമുടി എന്താണെന്ന് നോക്കാം. ആനമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്നും 2695 മീറ്റർ ഉയരത്തിലാണ്. അഥവാ 8842 അടി ഉയരമുണ്ട്. ഉയരമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ അഥവാ 8842 അടി ഉയരമാണ്. പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കേട്ടോ. പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഭാഗമായതിനാൽ ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പം ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആനമുടിയാണ്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തെ കുറിച്ച് നമുക്ക് നോക്കിപ്പോ. പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘാട്സ് കേട്ടോ. പശ്ചിമഘട്ടത്തിന് സഹ്യാദ്രി എന്നും പേരുണ്ട് കേട്ടോ. പശ്ചിമഘട്ടത്തിന് മറ്റൊരു പേരാണ് സഹ്യാദ്രി. ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു കേട്ടോ. ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ 6 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമഘട്ട മലനിരകൾ. 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അഗസ്ത്യമല പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. അഗസ്ത്യമല തിരുവനന്തപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന വിനോദ സഞ്ചാര കേന്ദ്രമാണ് അഗസ്ത്യമല. യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് ശൃംഖലയിൽ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമല. ഇനി പൊന്മുടി ഹിൽ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ഇതിനെ തിരുവിതാംകൂറിന്റെ ഊട്ടി എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിന്റെ ഊട്ടി എന്ന് വിളിക്കപ്പെടുന്ന
വിനോദസഞ്ചാര കേന്ദ്രം അഥവാ ഹിൽ സ്റ്റേഷൻ ഏതാണ്? പൊന്മുടിയാണ് കേട്ടോ, പൊന്മുടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ 10th പ്രിലിംസുമായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് PYQ ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു 10th പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതിന് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.